പോപ്സ് ഡൗൺ ദി ഏജസ്, മാർപ്പാപ്പമാർ യുഗങ്ങളിലൂടെ. യേശുക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരിലൂടെ നീളുന്ന വിശുദ്ധ സഭയുടെ ചരിത്രത്തിലേക്ക് ഒരെത്തിനോട്ടം. പത്രോസാകുന്ന പാറമേൽ പണിയപ്പെട്ട സഭയുടെ പടനായകന്മാരെ ഓർത്തെടുക്കുവാനുള്ള ഒരു എളിയ സംരംഭമാണ് മാർപ്പാപ്പമാർ യുഗങ്ങളിലൂടെ, പോപ്സ് ഡൗൺ ദി ഏജസ്. ഏവർക്കും സ്വാഗതം. നമസ്കാരം. സഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വിസ്മയകരമായ ജീവിത കഥകളിലൊന്ന് അവകാശപ്പെടാനുണ്ട് 16ാമത്തെ മാർപ്പാപ്പയായ വിശുദ്ധ കലിക്സ്റ്റസ് ഒന്നാമൻ. AD 217 മുതൽ 222 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം. റോമിലെ ട്രസ്റ്റേവേരെ എന്ന സ്ഥലത്ത് ഒരടിമയായി ജനിച്ച അദ്ദേഹം പിന്നീട് സഭയുടെ പരമോന്നത ഇടയനായി മാറിയതൊരു ചരിത്ര നിയോഗമായിരുന്നു. അടിമത്തത്തിന്റെ കാഠിന്യവും സാർഡീനിയയിലെ ക്രൂരമായ ഖനികളിലെ പീഡനങ്ങളും അനുഭവിച്ച കലിക്സ്റ്റസ് കാരുണ്യത്തിന്റെ സന്ദേശത്തിലൂടെയാണ് സഭയെ നയിച്ചത്. പാപികൾക്കായി സഭയുടെ വാതിൽ മലർക്കെ തുറന്നിട്ട ഒരു വലിയ വിപ്ലവകാരിയായിരുന്നു അദ്ദേഹം. കലിക്സ്റ്റസിന്റെ ആദ്യകാല ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. ഡൊമീഷ്യസ് എന്നായിരുന്നു പിതാവിന്റെ പേര്. ഒരു ബാങ്ക് നടത്തിപ്പിൽ നേരിട്ട സാമ്പത്തിക തകർച്ചയെ തുടർന്ന് അദ്ദേഹം തടവിലാക്കപ്പെടുകയും പിന്നീട് സാർഡീനിയയിലെ മരണതുല്യമായ ഖനികളിലേക്ക് അയക്കപ്പെടുകയും ചെയ്തു. എന്നാൽ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെ സ്വാധീനം വഴി മോചിക്കപ്പെട്ട അദ്ദേഹം റോമിലേക്ക് മടങ്ങിയെത്തി. ഈ കഠിനമായ പീഡനകാലമാണ് സാധാരണക്കാരോടും പാപികളോടും കരുണ കാണിക്കാൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ പാകപ്പെടുത്തിയത്. സെഫിറിനസ് മാർപ്പാപ്പയുടെ കാലത്ത് കലിക്സ്റ്റസ് സഭയുടെ പ്രധാന ഭരണാധികാരിയായി ഉയർന്നു. അപ്പിയൻ വേയിലുള്ള സഭയുടെ ഔദ്യോഗിക സെമിത്തേരിയുടെ ചുമതല അദ്ദേഹത്തിനായിരുന്നു. ഇന്ന് വിശുദ്ധ കലിക്സ്റ്റസിന്റെ കാറ്റക്കോമ്പുകൾ എന്നറിയപ്പെടുന്ന ഈ സ്ഥലം അദ്ദേഹം അതിമനോഹരമായി ക്രമീകരിച്ചു. രക്തസാക്ഷികൾക്കും പാവപ്പെട്ടവർക്കും ഒരുപോലെ അന്തസ്സുള്ള കബറിടങ്ങൾ അദ്ദേഹം ഒരുക്കി. സഭയുടെ സ്വത്തുക്കളും ഭരണകാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം കാണിച്ച മികവ് അദ്ദേഹത്തെ മാർപ്പാപ്പ പദവിയിലേക്ക് നയിച്ചു. മാർപ്പാപ്പയായ ശേഷം കലിക്സ്റ്റസ് പുറപ്പെടുവിച്ച ഒരു ഉത്തരവ് സഭയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചു. മാമോദീസയ്ക്ക് ശേഷം വലിയ പാപങ്ങൾ ചെയ്തവർക്ക് സഭയിൽ സ്ഥാനമില്ലെന്ന് വാദിച്ചിരുന്ന കടുത്ത യാഥാസ്ഥിതികർക്കെതിരെ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്ന ആർക്കും മാപ്പ് നൽകുവാൻ സഭയ്ക്ക് അധികാരമുണ്ടെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. ഇതിൽ പ്രകോപിതനായ ഹിപ്പോളിറ്റസ് എന്ന പണ്ഡിതൻ സഭയിൽ നിന്ന് വിഘടിച്ചു മാറി ചരിത്രത്തിലെ ആദ്യത്തെ പ്രതിമാർപ്പാപ്പ അഥവാ ആന്റി പോപ്പായി മാറി. എന്നാൽ ദൈവിക കാരുണ്യത്തിന്റെ വക്താവായി കലിക്സ്റ്റസ് ഉറച്ചു നിന്നു. സാമൂഹിക നീതിയുടെ കാര്യത്തിലും അദ്ദേഹം വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. റോമൻ നിയമങ്ങൾക്ക് വിരുദ്ധമായി കുലീന കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് അടിമകളെയോ സാധാരണക്കാരെയോ വിവാഹം കഴിക്കുവാൻ അദ്ദേഹം അനുവാദം നൽകി. ക്രിസ്തുവിൽ എല്ലാവരും തുല്യരാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. കൂടാതെ വർഷത്തിൽ 3 തവണ ഉപവാസം അനുഷ്ഠിക്കണമെന്ന നിയമം കൊണ്ടുവന്നതും അദ്ദേഹമാണ്. ട്രസ്റ്റേവരയിൽ അദ്ദേഹം ഒരു വലിയ പള്ളി അഥവാ ബസിലിക്ക നിർമ്മിച്ചതായും ചരിത്രം പറയുന്നു. AD 222 ഒരു പ്രാദേശിക കലാപത്തിനിടെ അദ്ദേഹം രക്തസാക്ഷിയായി മരിച്ചു. ട്രസ്റ്റേവരയിലെ ഒരു കിണറ്റിലേക്ക് അദ്ദേഹത്തെ വലിച്ചെറിഞ്ഞതായാണ് ഐതിഹ്യം. ഇന്ന് അവിടെ ഉയർന്നു നിൽക്കുന്ന സാന്താ മരിയ ഇൻ ട്രസ്റ്റേവേരെ എന്ന ബസിലിക്ക അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്നു. ഒക്ടോബർ 14 സഭ അദ്ദേഹത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത്.
പാപികളുടെയും എളിയവരുടെയും ചങ്ങാതിയായിരുന്ന കലിക്സ്റ്റസ് മാർപ്പാപ്പ ദൈവത്തിൻ്റെ കരുണയ്ക്ക് അതിരുകളില്ലെന്ന് ലോകത്തിന് കാണിച്ചു തന്നു.